നമ്മുടെ ശരീരത്തിലെ ജോയിൻസിൽ ആർത്രൈറ്റിസ് കാരണം അതുമല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ട്രോമാറ്റിക് സ്റ്റിഫ്നെസ് കാരണമൊക്കെ ആയിട്ട്, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതിനു ശേഷം അത് ഹീലാവാൻ വേണ്ടിയിട്ട് ഇമ്മൊബിലൈസ്ഡ് ആയിട്ട് വെക്കും, അതായത് അനങ്ങാതെ വെക്കും ഹീലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്ലാസ്റ്ററോ അല്ലെങ്കിൽ ആ ഇമ്മൊബിലൈസ്ഡ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ജോയിൻറ്റ്സ് നിവർത്താൻ നോക്കുമ്പോഴായിരിക്കും ആ ജോയിൻറ്റുകൾ സ്റ്റിഫായിട്ട് ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് പോസ്റ്റ് ട്രോമാറ്റിക് സ്റ്റിഫ്നെസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ ജോയിൻറ്റ് സ്റ്റിഫായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ റീഹാബിലിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഷോൾഡറിനോ അല്ലെങ്കിൽ ഹിപ്പിനോ അല്ലെങ്കിൽ നീ ജോയിൻറ്റിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു 5 to 6 ഡേയ്സിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷേ സ്മോളർ ജോയിൻറ്റ്സ്, അതായത് നമുക്കിപ്പോൾ ഒരു കൈവിരൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പലരും കയ്യിൽ എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ മെഷീൻ്റെ ഇടയിൽ കൈപ്പെട്ടിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അനക്കാതെ കുറച്ച് ദിവസം വെച്ചിരുന്നിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ വിരലുകളൊക്കെ ശരിക്കും സ്റ്റിഫായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വിരലിലെ ഈ സ്മോളർ ജോയിൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു വിരൽ എടുക്കുകയാണെങ്കിൽ അതിലൊരു 1, 2, ഒരു 3 ജോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള ജോയിൻറ്റുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ജോയിൻറ്റുകൾ നമുക്ക് റിക്കവറിക്ക് കുറച്ചുകൂടെ സമയം കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അതായത് റിസൾട്ട് കിട്ടുവാനായിട്ട് ഒരു പക്ഷേ പലരും അത് കഴിഞ്ഞ് വരുമ്പോൾ ഈ കൈവരലുള്ള ജോയിൻറ്റ്സിൽ സ്റ്റിഫ്നെസ് കാരണം പലപ്പോഴും കൈ ഇങ്ങനെ സ്റ്റിഫായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ പലപ്പോഴും ഷോൾഡറും ഒക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4 to 5 ഡേയ്സിലൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ കൈവിരലിലെ ജോയിൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കൂടുതൽ സമയം എടുക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നത് റീഹാബിലിറ്റേഷനായിട്ട്. അതായത് അദ്ദേഹം ഒരു ആക്സിഡന്റ് പറ്റി അദ്ദേഹത്തിന്റെ ഫോർ ആംസിൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് POP കാസ്റ്റൊക്കെ ഇട്ട് ഇമ്മൊബിലൈസേഷനിലിട്ട് അത് കഴിഞ്ഞ പ്ലാസ്റ്ററൊക്കെ വെട്ടി എല്ലാം സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഏകദേശം അദ്ദേഹത്തിന്റെ ഷോൾഡർ ഏകദേശം ഈ ഒരു ലെവലിലൊക്കെയാണ് ഇരിക്കുന്നത്, കൈ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 ഡേയ്സ് ഒക്കെ കഴിഞ്ഞത്, ഒരു 5 സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഷോൾഡറിലെ പെയിനും മൂവ്മെന്റും അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് പ്രകാരം ഒരു 50% റിലീഫ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കൈവിരലുകൾ ഉദ്ദേശിച്ച പോലെ ആ റിസൾട്ട് വരുന്നില്ല. അതായത് കമ്പാരിറ്റീവ് വളരെ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഷോൾഡർ വലിയ ജോയിന്റ് ആണ്, അത് പെട്ടെന്ന് ശരിയായി അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, വിരലുകൾ എന്താ ഉദ്ദേശിച്ച പോലെ നമുക്ക് റിസൾട്ട് കിട്ടാത്തത് എന്ന്. അപ്പോൾ ഇതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീഹാബിലിറ്റേഷൻ വരുമ്പോൾ ആദ്യം തന്നെ ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അതായത് മറ്റുള്ള ഷോൾഡർ ജോയിന്റ്, ഹിപ്പ് ജോയിന്റ് അതുപോലുള്ള ജോയിന്റ്സിനെ വെച്ചിട്ട് ഈ വിരലിലെ ഈ ചെറിയ ജോയിന്റ്സ് എന്തുകൊണ്ടാണ് റിക്കവർ ആവാൻ കുറച്ചും കൂടെ സമയം കൂടുതൽ എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തെ കാര്യമാണ് ജോയിന്റ് സ്പേസ് വളരെ കുറവാണ് എന്നുള്ളത്. നമുക്കെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ നമ്മൾ ഈ ഷോൾഡർ ജോയിന്റ് നമുക്ക് കൈവയ്ക്കുമ്പോൾ തന്നെ അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഫ്രീ ആണ്, മൊബൈലാണ്, കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ജോയിന്റ് സ്പേസ് ഉണ്ട്. പക്ഷേ ഈ വിരലുകൾ എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 ജോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ ജോയിന്റ് സ്പേസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിരലെടുക്കുകയാണെങ്കിൽ ഇതിൽ ഈ 3 ജോയിന്റ്സ് ഉണ്ട്. അപ്പോൾ 3 അല്ല, അതിന് താഴേക്കുണ്ട്. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജോയിന്റ്സ് എല്ലാം വളരെ ടൈറ്റ്ലി പാക്ഡ് ആണ്. ഈ 3 ഫ്രാഗ്മെന്റ്സും വളരെ ടൈറ്റ്ലി പാക്ഡ് ആണ്. പക്ഷേ ഷോൾഡർ അതുപോലെ ജോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ അതിലെ ഫ്രാഗ്മെന്റ്സ് അത്രയും ടൈറ്റ്ലി പാക്ഡ് അല്ല, കുറച്ചൊന്ന് സ്പേസും റിലാക്സ്ഡും ഒക്കെ ആയിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇഞ്ചുറിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹീലിംഗ് ശരിക്കും നടക്കണമെങ്കിൽ അവിടെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ വരണം. പക്ഷേ നമുക്ക് ഈ ജോയിൻറ്റ്സ് അല്ലെങ്കിൽ സ്മോളർ ജോയിൻറ്റ്സ് ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്. അതുപോലെ തന്നെ ഈ ചെറിയ ജോയിൻറ്റ്സിലേക്കാണ്, ഇപ്പോൾ കൈവിരലിലെ ജോയിൻറ്റ്സിലേക്കാണ് പലപ്പോഴും ഈ നെർവ് എൻഡിങ്സ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ പെയിൻ സെൻസിറ്റിവിറ്റി കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കൂടുതലായിരിക്കും. സോ സ്വയം ചെയ്യാനും അല്ലെങ്കിൽ ഞാനായാലും ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പല ആളുകളും റെസ്ട്രിക്റ്റ് ചെയ്യും, മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയും ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങളൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഈ ഹാൻഡ് റീഹാബിലിറ്റേഷൻ, അതായത് ഈ ഫിംഗർ അതിൻ്റെ റീഹാബിലിറ്റേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ സമയമെടുക്കുന്നത്.